വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ ആക്ടിവിറ്റി 5 ആണ് ചെയ്യുന്നത്, 7th സ്റ്റാൻഡേർഡിലെ. സോ ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാൻ വൈകിപ്പിക്കുന്നില്ല. ഇവിടെ ഹിയർ ഈസ് എ ലെറ്റർ റിട്ടൺ ബൈ ദ ഡോൾ ടു ദ ഗേൾ, റീഡ് ഇറ്റ്. നമ്മൾ ഈ ഒരു ഡോളിൻ്റെ പാഠമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഡോളിൻ്റെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഡോള് ഈ കുട്ടിക്ക് എഴുതിയ ലെറ്റർ, ആ കുട്ടി അതിന് റിപ്ലൈ ലെറ്റർ എഴുതണം. അതാണ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജില്ലായിട്ട് മുമ്പോട്ട് പോവാം. സോ ഇവിടെ ഇർമ എന്നാണ് ഈ ഒരു കുട്ടിയുടെ പേര്. ഈ ഡോളിൽ നഷ്ടപ്പെട്ട ഈ ഒരു ഗേളിൻ്റെ പേര് ഇർമ എന്നാണ്. അപ്പോൾ അവയുടെ പേരെന്താണ്? ലെവി എന്നാണ്. ഓക്കെ, അത് ചോദിക്കില്ല, എന്നാലും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാം. സോ ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു ഡോള് എഴുതിയിട്ടുള്ള ലെറ്ററാണ്. കണ്ടോ, ആ ഒരു ഡോൾ എഴുതിയിട്ടുള്ള ലെറ്ററാണ് ഇത്. ഇനി അതിനുള്ളൊരു റിപ്ലൈ ലെറ്ററാണ് നമുക്ക് വേണ്ടത് ഇർമയിൽ നിന്നും. സോ ഇവിടെ ഞാൻ ഡോൾ എഴുതിയിട്ടുള്ള ലെറ്റർ വായിക്കാം. ഡിയർ ഇർമ, ഹൗ ആർ യു? ഹോപ്പ് യു ഗോട്ട് ഓൾ മൈ ലെറ്റേഴ്സ് ആൻഡ് എൻജോയ്ഡ് റീഡിങ് ദം. ഡിയർ ഇർമ, പ്രിയപ്പെട്ട ഇർമ, നിനക്ക് സുഖമാണോ? ഞാൻ കരുതുന്നു നിനക്ക് ഞാൻ അയച്ച എല്ലാ ലെറ്ററുകളും കിട്ടി. അത് നീ വായിച്ച് എന്ത് ചെയ്തു, ആസ്വദിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് ദോസ് ഹാപ്പി ഡേയ്സ് വിത്ത് യു? എനിക്ക് എങ്ങനെ നിന്നിൽ നിന്നും നമ്മൾ തമ്മിലുള്ള ആ ഒരു ഹാപ്പി, നമ്മളിങ്ങനെ കളിക്കൂലേ, അത് ആ ഒരു ഹാപ്പി ഡേയ്സ് എങ്ങനെ മറക്കാൻ കഴിയും? ഇറ്റ് വാസ് ഫ്രം യു ഐ ഫസ്റ്റ് ഫെൽറ്റ് മദേഴ്സ് ലവ്. എനിക്ക് ആദ്യമായിട്ട് നിന്നിൽ നിന്നാണ് ഒരു അമ്മയുടെ സ്നേഹം ലഭിക്കുന്നത്. യു ബാത്ത്ഡ് മീ, ഡ്രസ്ഡ് മീ, ക്യാരിഡ് മീ ഇൻ യുവർ ആംസ് ആൻഡ് മെയ്ഡ് എ ബെഡ് ഫോർ മീ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നീ എന്നെ കുളിപ്പിച്ചു, ഉടുപ്പിടിപ്പിച്ചു, എന്നെ കയ്യിൽ വെച്ച് കൊണ്ടു നടന്നു. അതേപോലെ തന്നെ എനിക്കൊരു കട്ടിലുണ്ടാക്കി തന്നു. യു വെയർ ഓൾവേസ് ബിസി വിത്ത് സീവിങ് ക്ലോത്ത്സ് ഫോർ മീ. സീവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുന്നുക. നീ വളരെ തിരക്കിലായിരുന്നു എന്നെ ഡ്രസ്സുകൾ തുന്നാൻ വേണ്ടിയിട്ട്. ടേക്കിംഗ് മീ എവ്രിവെയർ യു വെൻറ്റ് ആൻഡ് ഫീഡിങ് മീ. എനിക്ക് ഭക്ഷണം തരുന്നതും ഞാൻ എവിടെ പോയാലും നീ എവിടെ പോയാലും എന്നെ നീ കൂട്ടുന്നതും. ഹൗ ഐ വിഷ് യു വെയർ വിത്ത് മീ നൗ. ഞാനിപ്പോൾ എന്ത് ചെയ്തു, വിശ്വസിക്കുന്നു, നീ ഇപ്പോൾ എൻ്റെ ആഗ്രഹിക്കുന്നു നീ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന്. ഇറ്റ് ഈസ് സച്ച് ഫൺ ഹിയർ. ഇവിടെ ഒരുപാട് തമാശകളുണ്ട്. വെൻ ഷാൾ വി മീറ്റ് അഗൈൻ? നമ്മൾ എപ്പോഴായിരിക്കും കണ്ടുമുട്ടുക? വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, യുവേഴ്സ് ലെവി. ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നിൻ്റെ പ്രിയപ്പെട്ട ലെവി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? റിപ്ലൈ ലെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് റിപ്ലൈ ലെറ്റർ എഴുതിയാലോ? സോ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് പറയാം. ഇവിടെ ബെർലിനാണ് സ്ഥലം. ഓക്കെ, ലെറ്റർ എഴുതാനായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബെർലിനാണ് സ്ഥലം. 12/5/2025 നമ്മൾ ഇവിടെ എഴുതുന്നത്. 2025 വേണ്ട, 2024 2023 ആക്കാം. ഓക്കെ, എന്നിട്ട് ഡിയർ ലെവി എന്നും പറഞ്ഞ് തുടങ്ങാം. ഡിയർ ലെവി, I was so happy to receive your letter and hear about your adventures. പ്രിയപ്പെട്ട ലെവി, ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് നിൻ്റെ കയ്യിൽ നിന്നും ലെറ്റർ ലഭിക്കുകയും അതിൽ നിന്നുള്ള അഡ്വെഞ്ചേഴ്സ് വായിക്കുകയും ചെയ്തത്. I am waiting for you to come back. നീ തിരികെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. I also remember those happy days we spent together. നമ്മൾ ഒരുമിച്ച് ചിലവഴിച്ച എല്ലാ നല്ല ദിവസങ്ങളും ഞാൻ ആലോചിക്കാറുണ്ട് എന്ന് പറയാണ്. Those were the best days in my life. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ. Please come back soon. ദയചെയ്ത് പെട്ടെന്ന് തിരിച്ചു വരൂ. I miss you so much. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. I stitched a new cloth for you. ഞാൻ നിനക്ക് വേണ്ടി പുതിയ ഉടുപ്പുകൾ തയ്ച്ചു. I hope you got nice dresses to wear and even nicer place to live. താമസിക്കാൻ നല്ലൊരിടവും നിനക്ക് നല്ല
ഉടുപ്പുകളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹോപ്പ് യു റിട്ടേൺ സൂൺ ആൻഡ് വി ക്യാൻ പ്ലേ ടുഗദർ ലൈക്ക് വി യൂസ്ഡ് ടു. നമ്മൾക്ക് നീ പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ നമുക്ക് പെട്ടെന്ന് പഴയതുപോലെ കളിക്കാം. സെൻഡ് ലെറ്റേഴ്സ് ടു മീ. എനിക്ക് സെൻഡ് ലെറ്റേഴ്സ് ടു മീ എഗൈൻ. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല കേട്ടോ. സെൻഡ് ലെറ്റേഴ്സ് ടു മീ എഗൈൻ ആൻഡ് റൈറ്റ് ഓൾ യുവർ അഡ്വെഞ്ചേഴ്സ് ഔട്ട് ദെയർ. നീ എനിക്ക് പിന്നും ലെറ്ററുകൾ അയക്കുകയും അതിൻ്റെ അകത്ത് നിൻ്റെ അഡ്വെഞ്ചേഴ്സിനെ പറ്റി എഴുതുകയും ചെയ്യൂ. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ യു. ഞാൻ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. യുവേഴ്സ് ലവിങ്ലി ഇറുമ എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇറുമ എന്ന് പറഞ്ഞിട്ട് ഒരൊപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഒപ്പിട്ട് എടുക്കുക. ഇറുമ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒപ്പിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒന്നെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വർഷം കുറച്ച് വെച്ചാൽ മതി, അതൊരൊപ്പായി. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.